ദൈവനാമത്തിനും ദൈവവചനത്തിനും എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസം കൂടി നമ്മൾക്ക് തന്ന് നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനം. യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്തിലാർക്കും നമ്മുടെ പാപം ക്ഷമിക്കുവാൻ പറ്റില്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ആ ദൈവത്തോട് നമ്മുടെ അവസ്ഥ പറയുമ്പോൾ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ക്ഷമ ചോദിക്കുമ്പോൾ, ആ നിമിഷം സ്നേഹനിധിയായ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. ക്ഷമിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ഈ ഭൂമിയിലുള്ള ആർക്കും പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവരോട് എന്തും ക്ഷമിക്കുവാനുള്ള കൃപയുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ദൈവാനുഗ്രഹമുണ്ടാവും. യേശുക്രിസ്തുവിൻ്റെ കൂടെ പിതാവായ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ടാണ് യേശു വിശ്വാസത്തോടെ പറഞ്ഞത്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന്. കേട്ടു നിന്നിരുന്നവർ ഉടനെ പറയുന്നുണ്ട്, അവൻ ദൈവദൂഷണം പറയുന്നു. കാരണം അവർക്ക് പോലും ചിന്തിക്കാവുന്നതിൻ്റെ മുകളിലാണ്, അവരുടെ നിയമത്തെക്കാട്ടിൽ മുകളിൽ നിന്നുകൊണ്ടാണ് യേശു ആ മനുഷ്യനോട് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. മറ്റുള്ളവരോട് നമുക്കും ക്ഷമിക്കുവാൻ സാധിക്കുമോ? നിന്റെ സഹോദരങ്ങളോട്, നിന്റെ ചുറ്റും നിൽക്കുന്നവരോട്, നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്റെ ശത്രുക്കളോട്, നിന്നെ കരയിച്ചവരോട്, നിന്നെ വേദനിപ്പിച്ച മക്കളോട്, മരുമക്കളോട് നിനക്ക് ക്ഷമിക്കുവാൻ സാധിക്കുമോ? എങ്കിൽ നിൻ്റെ കൂടെ ദൈവാനുഗ്രഹമുണ്ട്. ആ ദൈവം നിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ക്ഷമിക്കുവാനുള്ള കൃപ നിനക്ക് കിട്ടിയിരിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ 50 നോയമ്പ് ആചരിക്കുന്ന ഈ സമയം നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ച്, ക്ഷമിക്കുവാനുള്ള കൃപ എനിക്കുണ്ടോ എന്ന് സ്വയം വിചിന്തനം ചെയ്ത് ആ കൃപയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിനോട് യാചിക്കാം. അതില്ല എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച്, പരിശുദ്ധാത്മാവെ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കൃപ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നീ മറ്റുള്ളവരോട് ക്ഷമിക്കുകയില്ല എങ്കിൽ നിന്നോട് ഞാനും ക്ഷമിക്കുകയില്ല. അതായത് നിനക്ക് വേണ്ട ഏറ്റവും വലിയൊരു കൃപ, ദൈവാനുഗ്രഹം നിനക്ക് ലഭിക്കണമെങ്കിൽ നിനക്ക് ക്ഷമിക്കുവാനുള്ള കൃപയുണ്ടായിരിക്കണം എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. മനസ്സിൽ ദുഷ്ടതയുണ്ടെങ്കിൽ അവിടെ എനിക്ക് കുടികൊള്ളുവാൻ സാധിക്കുകയില്ല. അവിടെ പിശാചായിരിക്കും സ്ഥാനം വയ്ക്കുന്നത്. അവിടെ പിശാചായിരിക്കും അവൻ്റെ സാമ്രാജ്യം പണിയുന്നത്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആ പിശാചിനെ നമുക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ സ്ഥാനം കൊടുക്കാം.
ക്ഷമിക്കുവാനുള്ള കൃപ നിങ്ങളിൽ സമർത്ഥമായിട്ടുണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.